L inverse s square plus s minus 2 divided by s into s plus 3 into s minus 2. ആദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ പുറത്തേക്ക് എടുക്കുന്നു. s square plus s minus 2 divided by s into s plus 3 into s minus 2. Then we can write it as a by s plus b by s plus 3 plus c by s minus 2. ഇതിനെ മൂന്നായിട്ട് നമ്മൾ ചെയ്യുന്നു. കാരണം പാർഷ്യൽ ഫ്രാക്ഷന്റെ മെത്തേഡാണത്. a by s plus b by s plus 3 c by s minus 2. Then our next you have to find out the value of a b c. a-യുടെയും b-യുടെയും c-യുടെയും വാല്യൂ കണ്ടെത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ multiplying this equation the left hand side of the denominator. left hand side ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത്. അതിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഗുണിക്കുകയാണ്. ഡിനോമിനേറ്റർ കൊണ്ട് അപ്പൊ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റിലെ എത്ര കിട്ടും? s square plus s minus 2. ലെഫ്റ്റിൽ നമ്മൾ s into s plus 3 into s minus 2 കൊണ്ട് ഈ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് s square plus s minus 2. റൈറ്റ് ഹാൻഡ് സൈഡിൽ a into ഇവിടെ s പോവും. s പോയിട്ട് ബാക്കി എന്തുണ്ടാവും? s plus 3 into s minus 2 പ്ലസ് രണ്ടാമത്തെ കേസിൽ s plus 3 പോവും. ബാക്കി എന്തുണ്ടാവും? s into s minus 2 പ്ലസ് മൂന്നാമത്തെ കേസിൽ s minus 2 പോവും. ബാക്കി എന്തുണ്ടാവും? c into s plus 3. ഇതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷൻ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് s square plus s minus 2 കിട്ടും. ഫസ്റ്റ് ടേമിന് a by s നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് s പോയിട്ട് s plus 3 into s minus 2 വരും. രണ്ടാമത്തെ ടേം b by s plus 3 നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s into s minus 2 വരും. മൂന്നാമത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s minus 2 പോയിട്ട് s into s plus 3 വരും. ഇനി നമ്മുടെ എയിം എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് a b c. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? പുട്ട് s is equal to -3 എന്ന് കൊടുക്കാം. when we put s is equal to -3 the left hand side എന്ത് വരും? s സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 -3 -2 is equal to a into ഫസ്റ്റ് ടേം 0 ആയി പോകും. s ന് -3 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം എയുടെ പാർട്ട് മൊത്തം 0 ആയി പോകും. രണ്ടാമത്തെ കേസില് s ന് നമ്മൾ -3 കൊടുക്കുമ്പോൾ b into -3 into -3 -2 പ്ലസ് മൂന്നാമത്തെ ടേമും 0 ആയി പോകും. അപ്പൊ ബാക്കി എന്തുണ്ട്? 9 -3 -2 -5. ഇവിടെ നമുക്ക് 4 എന്ന് വരും. ഇവിടെ നമുക്ക് എന്തുണ്ട്? b into -3 into -5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. therefore b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 4/15. ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണ്? b is equal to 4/15. അപ്പോ ഈ b യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് s is equal to 2 എന്ന് കൊടുക്കാം. s is equal to 2 എന്ന് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവും? 4 പ്ലസ് 2 മൈനസ് 2. ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 4. 2ന്റെ സ്ക്വയർ 4 പ്ലസ് 2 മൈനസ് 2. റൈറ്റ് ഹാൻഡ് സൈഡില് എയുടെ പാർട്ട് s ന് നമ്മൾ 2 കൊടുക്കുമ്പോൾ എയുടെ പാർട്ട് മൊത്തം 0 ആയി പോകും. ബിയുടെ പാർട്ട് മൊത്തം 0 ആയി പോകും. പിന്നെ സിയുടെ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? c into 2 into 2 plus 3. therefore 4 is equal to c into 10. 3 2 5 into 10. therefore c യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 4/10. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2/5. അപ്പൊ c യുടെ വാല്യൂ നമുക്ക് കിട്ടി. c is equal to 2/5 എന്ന് കിട്ടി. c യുടെ വാല്യൂ 2/5. ഇനി നമുക്ക് a യുടെ വാല്യൂ കിട്ടണം. അതിന് എന്ത് ചെയ്യണം? പുട്ട് s is equal to 0. s is equal to 0 കൊടുത്തു കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് -2 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഫസ്റ്റ് കേസിൽ ഇവിടെ 0 കൊടുക്കുമ്പോൾ 3 into -2. therefore -6a. s ന് നമ്മൾ 0 കൊടുക്കുമ്പോൾ ഇവിടെ 3 അവശേഷിക്കും. ഇവിടെ -2 ഉണ്ടാവും. -6a. രണ്ടാമത്തെ ടേം 0 ആവും. മൂന്നാമത്തെ ടേം 0 ആയി പോകും. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും നോക്കിയേ?
മൈനസ് 2/6 ദാറ്റ് ഈസ് 1/3. അപ്പൊ എയുടെ വാല്യൂ കിട്ടി. അപ്പൊ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? therefore നമുക്ക് L ഇൻവേഴ്സ് എടുക്കുമ്പോ ഈ s² + s-2/s × s+3 × s-2 പകരം ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്ക് വരെ എന്ത് കൊടുക്കാം? 1/3/s പ്ലസ് ബിക്ക് വരെ എന്ത് കൊടുക്കാം? 4/15/s+3 പ്ലസ് സിക്ക് വരെ എന്ത് കൊടുക്കാം? 2/5/s-2. അപ്പൊ നമ്മള് എക്ക് പകരം 1/3 കൊടുത്തു, ബിക്ക് പകരം 4/15 കൊടുത്തു, സിക്ക് പകരം 2/5 കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോ L ഇൻവേഴ്സ് 1/3 × L ഇൻവേഴ്സ് 1/s ന്റെ ആൻസർ എത്രയാണ്? ഇതിന്റെ ആൻസർ എത്രയെന്ന് പറയാമോ? 1/3 × L ഇൻവേഴ്സ് 1/s 1 അല്ലേ? 1/3 × 1 പ്ലസ് 4/15 × 1/s+3. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? L ഇൻവേഴ്സ് 1/s+3. L ഇൻവേഴ്സ് 1/s+3 യുടെ ആൻസർ എന്താണ്? e⁻−3t പ്ലസ് 2/5 × e⁻²t. Therefore our final answer will be 1/3 plus 4/15 e⁻−3t plus 2/5 e⁻²t. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ആക്കുന്നു. അങ്ങനെ 3 ടേം ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോൺസ്റ്റൻസി എയും ബിയും സിയും നമ്മൾ കണ്ടുപിടിക്കുന്നു. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ എയും ബിയും സിയും കണ്ടുപിടിക്കുന്നു. ആ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോന്നിന്റെ ഇൻവേഴ്സ് എടുക്കുന്നു. ഇവിടെ 1/s എടുക്കുമ്പോൾ നമ്മൾ L ഇൻവേഴ്സ് 1/s എന്ന് പറഞ്ഞാൽ 1 എന്നറിയാം. ഇവിടെ L ഇൻവേഴ്സ് 1/s+3 എന്ന് പറഞ്ഞാൽ e⁻−3t എന്നറിയാം. L ഇൻവേഴ്സ് 1/s-2 ആകുമ്പോൾ e⁻²t എന്നറിയാം. അങ്ങനെ ഫൈനൽ ആൻസർ വിൽ ബി 1/3 plus 4/15 × e⁻−3t plus 2/5 × e⁻²t. ഇതാണ് ഇതിന്റെ ആൻസർ.